അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മുടെ RS4 ഗിംബൽ, നമ്മൾ മൂവ്മെൻറ്റ് ഷോട്ടിനൊക്കെ യൂസ് ചെയ്യുന്ന ഗിംബൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ അതാ നമ്മൾ ഗിംബലിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള സാധനങ്ങളൊക്കെ എടുക്കുകയാണ്. ഇതെന്ന് പറയുന്നത് ഗ്രിപ്പാണ്, അതായത് നമ്മൾ ഒരു ഹാൻഡിൽ, ഗിംബലിനെ സപ്പോർട്ട് ചെയ്തൊരു ഹാൻഡിലായിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. ഇതൊക്കെ ആദ്യം ഇറക്കി വെച്ച് അപ്പോൾ നമ്മുടെ ബെൻറ്റാണ് അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഗിംബലിൻ്റെ മോട്ടറും കാര്യങ്ങളും. അപ്പോൾ അതിൻ്റെ ബാറ്ററി അറ്റാച്ച് ചെയ്ത് അവിടെ ലോക്ക് ഉണ്ട്, ആ ലോക്ക് ഇടുക. അതിൻ്റെ അടിയിൽ നമ്മുടെ ട്രൈപോഡ് അത് സെറ്റ് ചെയ്ത് ഇവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇനി അതിൻ്റെ ഹാൻഡ് നമ്മൾ ഗിംബൽ ഓപ്പറേറ്റ് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പത്തിനുള്ള ഹാൻഡിൽ സെറ്റ് ചെയ്യണം. ഇതിലോട്ട് ഇങ്ങനെ കയറ്റി വെച്ച് അങ്ങ് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാണ്. അതുപോലെ അപ്പുറത്തെ സൈഡിലും കൂടെ വെക്കും. ഈ ഗിംബലിൽ 3 ലോക്കുകളുണ്ട്. അതിങ്ങനെ ലോക്ക് റിലീസ് ചെയ്ത്, ഇതാണ് ഇതിൻ്റെ ബേസ് പ്ലേറ്റ്, അതും കൂടെ വെച്ച് സെറ്റ് ചെയ്യാം. നമ്മളിവിടെ എടുത്ത് യൂസ് ചെയ്യാൻ പോകുന്നത് സോണി FX3 ക്യാമറയാണ്. ഒരു 85 ലെൻസ്, കുറച്ച് വെയിറ്റ് കൂടിയ ലെൻസ് വെച്ച് ബാലൻസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ 85 ലെൻസ് തന്നെ ഉണ്ട്, അതിനാണ് കുറച്ച് വെയിറ്റ് കൂടുതലുള്ളത്. അപ്പോൾ ഇത് ക്യാമറേൻ്റെ അടുത്ത് ഇതുപോലെ ബേസ് പ്ലേറ്റ് ടൈറ്റ് ചെയ്യുക. നല്ലോണം ടൈറ്റ് ചെയ്തിട്ട് ഈ ബേസ് പ്ലേറ്റിൻ്റെ അടിയിൽ ഇവിടെ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വെക്കുക. ഈ ലോക്ക് ഇടണം, മറക്കരുത്. ഇനി ബാലൻസ് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ ലോക്ക് റിലീസ് ചെയ്തിട്ട് കണക്ട് ചെയ്താൽ ഒരു സപ്പോർട്ടും ഇല്ലാണ്ട് ക്യാമറ സ്റ്റഡിയായി നിൽക്കുന്ന രീതി വെക്കുക. അതേപോലെ അതിൻ്റെ ടോപ്പ് ബാലൻസ് ഇത് റിലീസ് ചെയ്ത് ഒരു ബാലൻസ് കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തത് കണ്ടോ, ഇതാണ് നമ്മുടെ പാനിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതും ഈ ലോക്ക് റിലീസ് ചെയ്യുക. ഇത് സ്ലൈഡ് ചെയ്ത് ക്യാമറ ഇതുപോലെ സ്റ്റഡി ആവുന്ന പോലെ നേരെ നിൽക്കുന്ന രീതിയിൽ ബാലൻസ് ചെയ്ത് വെക്കുക. നമ്മൾ 2 ആക്സിസ് ബാലൻസ് ചെയ്തു. മൂന്നാമത്തതാണിത്. ഇതിങ്ങനെ ക്യാമറ കുറച്ച് ചെരിച്ച് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഓൾറെഡി നമ്മൾ ബാലൻസ് ചെയ്ത് നേരത്തെ വെച്ചുകൊണ്ടാണ് ഇത് സ്ലൈഡ് ചെയ്തിട്ട് വേണം നമ്മളിതിങ്ങനെ സ്ട്രൈറ്റായി നിർത്താൻ. അപ്പോൾ ക്യാമറ ഇങ്ങനെ വെച്ച് ഏത് ആക്സിസിൽ വെച്ചാലും അതുപോലെ നിൽക്കും. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ പവർ സ്വിച്ച് ഓൺ ചെയ്യുക. എന്നിട്ട് ഇതിനകത്ത് നമ്മൾ കാലിബ്രേഷൻ ചെയ്യണം. ഈ ബാലൻസൊക്കെ ഒന്ന് കാലിബ്രേറ്റ് ചെയ്തിടുക. കാലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഒന്നിങ്ങനെ വൈബ്രേറ്റൊക്കെ അടിക്കും. അതൊന്നും പേടിക്കണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. ഗിംബൽ സെറ്റാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ബാലൻസിങ് പരിപാടി. അതെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് സുഖസുന്ദരമായിട്ട് ഓപ്പറേറ്റ് ചെയ്യാം. എങ്ങനെ വെച്ചാൽ ക്യാമറ അങ്ങനെ സ്റ്റഡി ആയിരിക്കും.